പൊതുവായിട്ട് ഇത് രാഷ്ട്രീയത്തിന് എല്ലാത്തിനും അതീതമായി പൊതുവായിട്ടുള്ളൊരു വികാരം, എല്ലാവരും ചേർന്നുള്ള വലിയൊരു ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ആ നിലയിലുള്ള ഒരു പ്രതിഷേധത്തെക്കുറിച്ച്, പ്രക്ഷോഭത്തെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് സർക്കാരിൻ്റെ കണ്ണു തുറപ്പിക്കുന്ന രീതിയിൽ ഇനിയെങ്കിലും ഈ മേഖലയ്ക്ക് പ്രത്യേകമായ ഒരു കരുതൽ പാക്കേജ്, ഈ വന്യമൃഗ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേകമായ ഒരു പാക്കേജ് കോതമംഗലത്തിന്, ഈ കുട്ടമ്പുഴ, ഈ വനയോര മേഖലയ്ക്ക് അനുവദിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. തീർച്ചയായിട്ടും നാളത്തെ ഒരു ദിവസം കോതമംഗലവും കുട്ടമ്പുഴയും ഈ രണ്ട് പ്രദേശങ്ങളിലും ഒരു ജനകീയ ഹർത്താലും അതോടൊപ്പം തന്നെ ഒരു ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ഒരു വൻപിച്ച ജനകീയ പ്രക്ഷോഭവും. ഇതിൽ രാഷ്ട്രീയമില്ല. ഞങ്ങൾ ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും മറ്റ് ഇതര MLA-മാരോടും കോതമംഗലം MLA അടക്കമുള്ളവരോട് റിക്വസ്റ്റ് ചെയ്ത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഈ നാടിൻ്റെ പ്രയാസം അല്ലെങ്കിൽ നാട് നേരിടുന്ന ഈ വലിയ വിപത്ത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും കോതമംഗലത്തിനും കുട്ടമ്പുഴയ്ക്കും അടക്കം പ്രത്യേകമായ ഈ വിഷയങ്ങൾ പരിഹരിക്കുന്നതിന് പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ ജനകീയ പ്രക്ഷോഭം നാളെ ഉണ്ടാകും. അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും മുന്നണിയുടെ നേതൃത്വത്തിലല്ല. ഈ നാടിൻ്റെ ഒരു പ്രക്ഷോഭം എന്ന നിലയിൽ, ഈ നാടിൻ്റെ പ്രതിഷേധം എന്ന നിലയിൽ നാളെ 3 മണിക്ക് കോതമംഗലത്ത് വമ്പിച്ച പ്രതിഷേധ റാലിയും അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം കോതമംഗലത്തും കുട്ടമ്പുഴയിലും വലിയ ജനകീയ ഹർത്താലും നാളെ സംഘടിപ്പിക്കുന്നതായിരിക്കും. രണ്ടിടത്തും ഈ തീരുമാനം പൊതുവായ തീരുമാനമാണ്. ഇതിൽ മാറ്റമില്ല. ഈ പ്രക്ഷോഭവും ഈ പ്രതിഷേധവും നാളെ ഞങ്ങൾ ജനകീയമായി എല്ലാവരും ഒന്നിച്ച് രാഷ്ട്രീയത്തിന് അതീതമായി സംഘടിപ്പിക്കുന്നതായിരിക്കും. രാഷ്ട്രീയത്തിന് അതീതമായ ഒരു പ്രതിഷേധത്തിലേക്ക് പോകുമെന്നാണ് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞത്. അദ്ദേഹം മൂവാറ്റുപുഴ MLA ആണ്. ഇപ്പോൾ ഒരിക്കൽ കൂടി അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. ജനകീയ ഹർത്താലിലേക്ക് പോകും, ജനകീയ പ്രതിഷേധമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കിയത്. ഒട്ടേറെ ആളുകൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. വലിയ പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. നാളുകളായി കാട്ടാനയുടെ ശല്യമുള്ള മേഖലയാണ്. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്നതാണ്. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല എന്നവർ പറയുന്നു. ഇപ്പോൾ ഈ കാട്ടാന ആക്രമണത്തിൽ എൽദോസ് മരിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് വരെ നന്നാക്കാൻ നടപടി ഉണ്ടാകുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ തത്സമയം അത് കണ്ടതാണ്. നേരത്തെ ആ സ്ട്രീറ്റ് ലൈറ്റ് അവിടെ തകരാറിലാണ് എന്നുള്ള കാര്യം പലരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എന്നിട്ട് നടപടി ഉണ്ടാകില്ല. ഒരു വെട്ടവുമില്ലാത്തൊരു മേഖലയാണ്. രാത്രിയിൽ അതിലൂടെ കടന്നു പോവുക എന്നത് ഏറെ ദുഷ്കരമാണ്, പ്രത്യേകിച്ച് കാട്ടാനയുടെ ശല്യമുള്ള മേഖലയായതുകൊണ്ട് തന്നെ. തൊട്ടു മുൻപ് ആ പ്രദേശത്ത് കാട്ടാനയെ കണ്ടു എന്നുള്ള കാര്യം അതുവഴി കടന്നുപോയ ഒരു യുവാവ് വനംവകുപ്പ് ഓഫീസിലെത്തി അറിയിച്ചതാണെന്ന് പറയുന്നു. പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്താൻ തയ്യാറായില്ല എന്നൊരു വിമർശനം നാട്ടുകാർക്കുണ്ട്. ഒരുപക്ഷെ അവരവിടെ എത്തി അത്തരമൊരു മുന്നറിയിപ്പ് നൽകുകയായിരുന്നുവെങ്കിൽ ഒരു ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് അവരുടെ പ്രതിഷേധം അതിപ്പോൾ വലിയ തോതിൽ ഉയർന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് മൃതദേഹം നീക്കാൻ അനുവദിക്കില്ല എന്നവർ പറയുന്നുണ്ട്. ഈ ആവശ്യങ്ങളിലൊക്കെ ഉറപ്പ് കിട്ടിയാൽ മാത്രമേ അവിടെ നിന്ന് മൃതദേഹം നീക്കാൻ അനുവദിക്കുകയുള്ളൂ എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA അവിടെയുണ്ട്, പള്ളി വികാരിയുണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളൊക്കെ ഉണ്ട്. അങ്ങനെ സംയുക്തമായ ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു നാടിൻ്റെ പൊതുവികാരമാണ് ഇത് എന്നുള്ള നിലയ്ക്ക് അവർ ഒരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങുന്നു. നാളെ വലിയ തോതിൽ പ്രതിഷേധം ഉയരും എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. മാത്യു കുഴൽനാടൻ MLA അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ നിലനിൽക്കുന്നു. 8 മണിയോടെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. കാട്ടാന ആക്രമണത്തിൽ എൽദോസ് മരിക്കുന്നത്.